കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലേക്ക് ASF AYF നടത്തിയ മാർച്ചിൽ സംഘർഷം, പോലീസ് ജലപീരങ്കി പ്രയോഗം ഉണ്ടായിരിക്കുന്നു. ഇപ്പോഴും ആ സംഘർഷം തുടരുകയാണ്. അവിടെ ബാരിക്കേഡ് മറിച്ചിടാനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ജലപീരങ്കി പ്രയോഗം പര്യാവർത്തി ഉണ്ടായി. ശക്തമായ ജലപീരങ്കി പ്രയോഗമാണ്. ASF AYF സംയുക്ത പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. നമ്മൾ ഇന്നലെ KSUവിൻ്റെ പ്രതിഷേധം കണ്ടു, SFയുടെ പ്രതിഷേധം, ABയുടെ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ വിദ്യാർത്ഥി സംഘടനകൾ ഈ പറയുന്ന കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലേക്ക് ഉള്ള പ്രതിഷേധ ദിവസങ്ങൾ കൂടിയാണ്. ടോബി ജോൺസൺ ചേർന്നു. ടോബി, അവിടെ പ്രതിഷേധങ്ങൾക്ക് അവസാനമായിട്ടില്ല അല്ലേ? ഹാഷ്മി, പ്രതിഷേധങ്ങൾക്ക് അവസാനമായിട്ടില്ല. ഇപ്പോൾ AYFിൻ്റെ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. ജലപീരങ്കി പ്രയോഗിച്ചു 2-3 തവണ. അതിനുശേഷം ആ പ്രവർത്തകർ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്ക് ദൃശ്യം കാണുന്നത് BJP പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് കൂടി ഈ കോളേജിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. BJP പ്രവർത്തകരും അതുപോലെ തന്നെ AYF പ്രവർത്തകരും KGNU എന്ന് പറയുന്ന നേഴ്സസ് അസോസിയേഷൻ്റെ നേഴ്സസ് യൂണിയൻ്റെ പ്രവർത്തകരും എല്ലാവരും ഇവിടെ വന്ന് ഈ പ്രതിഷേധം നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രതിഷേധങ്ങളുടെ ഒരു വേലിയേറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നലെ നമ്മൾ കണ്ടതാണ് KSUവും SFIയും മാർച്ച് നടത്തി. ആ മാർച്ചും സംഘർഷത്തിലാണ് കലാശിച്ചത്. ജലപീരങ്കി പലതവണ പ്രവർത്തിപ്പിക്കേണ്ടി വന്നു ഈ പ്രവർത്തകരെ പിരിച്ചുവിടാൻ. ഇന്നും സമാനമായ രീതിയിൽ AYFിൻ്റെ മാർച്ചിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ BJP പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയും വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ ഒരു പ്രക്ഷോഭത്തിലേക്ക് തന്നെ സംഘടനകളെല്ലാം തന്നെ കടക്കുന്നു. വിദ്യാർത്ഥി സംഘടനകൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രവർത്തകർ ജലപീരങ്കി പോലീസിന് നേരെ BJP പ്രവർത്തകർ കല്ലെറിയുന്ന കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിന് ഉള്ളിൽ നടക്കുന്നത്. ആ കോട്ടയം മെഡിക്കൽ കോളേജിന് നടുക്കായിട്ടാണ് ഈ കോളേജ് ഉള്ളത്, ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ഉള്ളത്. അവിടേക്കാണ് മാർച്ച് നടത്തുന്നത് പ്രവർത്തകർ. ആ മാർച്ച് ഏകദേശം ഒരു 50 മീറ്റർ ഇപ്പുറേ വെച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. അതിനപ്പുറത്തേക്ക് പോകാൻ വേണ്ടി പ്രവർത്തകർ ആ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ് നടത്തിയത്. അങ്ങനെയാണ് ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നത്. ആദ്യമേ KGNU എന്ന് പറയുന്ന സംഘടനയാണ് മാർച്ച് നടത്തിയത്. അവർക്ക് പക്ഷേ ജലപീരങ്കി അവരുടെ നേരെ പ്രയോഗിച്ചില്ല. പോലീസ് തടഞ്ഞു അവിടെ നിർത്തി. പക്ഷേ കൂടുതൽ പ്രവർത്തകരുള്ള ASFും AYFും ഇവിടേക്ക് വന്നപ്പോൾ അതിന് പോലീസിന് അവരെ തടയാൻ ഈ ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നു. ഇപ്പോൾ BJP പ്രവർത്തകർ മാർച്ച് നടത്തുന്ന കാഴ്ചയാണ്. ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തുകയാണ്. പോലീസും ആ ബാരിക്കേഡ് പിടിച്ചു നിർത്താനുള്ള ശ്രമം നടത്തുന്നു. അങ്ങനെ പരസ്പരം ഒരു സംഘർഷത്തിലേക്ക്, സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് ഈ പ്രശ്നം പോവുകയാണ്. ഇത്രയും വിഷയത്തിലേക്ക്, ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകളും ഇത് ഏറ്റെടുക്കാനുള്ള കാരണം അത്രയും ക്രൂരമായിട്ടുള്ളൊരു റാഗിംഗ് ആണ് ഈ കോളേജിൽ നടന്നത്, കോളേജിൻ്റെ ഹോസ്റ്റലിൽ നടന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടുകൂടി ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക് പ്രവർത്തകർ, ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ കടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ വീണ്ടും BJP പ്രവർത്തകരെ അവിടുന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ജലപീരങ്കി പ്രയോഗിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് നേരെയെല്ലാം ജലപീരങ്കി പ്രയോഗിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പ്രവർത്തകരാരും തന്നെ ഇവിടുന്ന് പിരിഞ്ഞു പോയിട്ടില്ല. അവരെല്ലാവരും ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിഷേധങ്ങളെല്ലാം അരങ്ങേറുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിനുള്ളിലാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഈ വഴിയിലേക്ക്, കോളേജിൻ്റെ വഴിയിലേക്ക് കയറിയാണ് പ്രതിഷേധങ്ങൾ നടക്കുന്നത്. എന്നാൽ കോളേജിനുള്ളിലേക്ക് ആരെയും കടത്തിവിടാതിരിക്കാൻ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ മാർച്ച് തടയുകയായിരുന്നു. എന്തായാലും പ്രക്ഷോഭങ്ങൾ തുടരുകയാണ്. ഹാഷ്മി, പോലീസിന് ജലപീരങ്കി പ്രയോഗമുണ്ടായി. കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലേക്കാണ് ASF നടത്തിയ മാർച്ചിൽ ഇപ്പോൾ സംഘർഷമുണ്ടായിരിക്കുന്നത്. പോലീസ് ജലപീരങ്കി പലയാവർത്തി പ്രയോഗിച്ച് ഇപ്പോഴും പ്രവർത്തകർ ഒന്നും മാറിപ്പോകാൻ തയ്യാറായിട്ടില്ല. അവിടെ മറ്റേതോ ഒരു 1-2 പ്രതിഷേധങ്ങൾ കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ പ്രതിഷേധങ്ങളുടെ സമയമാണ്. അത് പ്രതിഷേധങ്ങൾ ഉണ്ടാവണം. കാര്യം അത്രത്തോളം രൂക്ഷമായ, അത്രത്തോളം മനസാക്ഷി മരവിക്കുന്ന, ഒരിക്കൽ കണ്ടാൽ ഒരിക്കൽ കൂടി ഒന്ന് കാണാൻ കഴിയാത്ത, അല്ലെങ്കിൽ മനക്കെട്ടിയില്ലാത്തവർ കണ്ടാൽ എന്തും സംഭവിച്ചു പോയേക്കാവുന്ന രീതിയിലുള്ള അങ്ങേയറ്റം ക്രൂരമായ, കിരാതമായ ദൃശ്യങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധം ഉണ്ടായില്ലെങ്കിൽ പിന്നെ നമ്മുടെ നാടുന്നൊരു നാടാണ്. പ്രതിഷേധങ്ങൾ ഉണ്ടാവട്ടെ. ആ പ്രതിഷേധങ്ങൾ തിരുത്തിനുള്ള കാരണമാകുമെങ്കിൽ അത് തിരുത്തിനുള്ള കാരണമാകട്ടെ. കാര്യം ഇനി ഒരു കോളേജിലും ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് റാഗിങ്ങിൻ്റെ പേരിലോ ഇനി എന്തിൻ്റെ പേരിലാണെങ്കിലും അത്ര ഒരു ക്രൂരപീഡനം നേരിടേണ്ടി വരരുത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ പൊതുസമൂഹം എന്നുള്ളത് എനിക്ക് കേരളത്തിന് ഉത്തരവാദിത്തമാണ്. കാര്യം രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. കാര്യം അത്രത്തോളം ക്രൂരമാണ്, അത്രത്തോളം കിരാതമായിരുന്നു ആ ദൃശ്യങ്ങൾ കണ്ട ഞെട്ടൽ നമുക്കൊന്നും ഇപ്പോൾ അത് അത് വ്യക്തതയോടെ കണ്ടവരാരും ആ ഞെട്ടൽ ഒരു കാലത്ത് മാറുമെന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം അത്രത്തോളം നമ്മൾ ഇതുവരെ കണ്ട ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ വല്ലാത്ത ദൃശ്യങ്ങളായിരുന്നു ദൃശ്യങ്ങൾ. അതിനെതിരായതായി ഇപ്പോൾ BJPയുടെ പ്രതിഷേധം അവിടെയുണ്ട്, ASFിൻ്റെ പ്രതിഷേധം അവിടെയുണ്ട്. ടോബി ജോൺസൺ ചെയ്യുന്നു. ടോബി, ഈ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിലെ പ്രതിഷേധക്കാരുടെ ആവശ്യം എന്താണ്?
ഈ വിദ്യാർത്ഥികളെ പുറത്താക്കണമെന്നൊരു ആവശ്യമാണ്. അതായത് പൂർണ്ണമായും നിലവിൽ സസ്പെൻഷനാണ് വിദ്യാർത്ഥികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികളെ പൂർണ്ണമായും ഈ കോഴ്സിൽ നിന്ന്, ഈ കോളേജിൽ നിന്ന് പുറത്താക്കണമെന്നൊരു ആവശ്യമാണ് ഇന്നലെയും ഇന്നുമായി നടക്കുന്ന പ്രക്ഷോഭക്കാരുടെ അല്ലെങ്കിൽ വന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെ എല്ലാം തന്നെ ആവശ്യം. എന്തായാലും ഇന്നലെ പ്രതിഷേധം നടക്കുമ്പോൾ ഈ സസ്പെൻഷൻ, അതായത് പ്രിൻസിപ്പാളിനെയും അതുപോലെ തന്നെ വാർഡനെയും ഒന്നും സസ്പെൻഡ് ചെയ്തിരുന്നില്ല. എന്നാൽ ഇന്നത്തേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ആ സസ്പെൻഷൻ നടന്നിട്ടുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും അവരെ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരനെതിരെയും നടപടി ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും അതുമാത്രമല്ല, ഒരു നടപടി എന്നതിനപ്പുറം ഇത്തരത്തിലുള്ള ക്രൂര കൃത്യങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിൽ നടക്കുന്നത് അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ വേണമെന്നൊരു ആവശ്യമാണ്, പൊതു ആവശ്യമാണ് ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഒറ്റസ്വരത്തിൽ ഉന്നയിക്കുന്നത്. കാരണം അത്രത്തോളം ക്രൂരമായിട്ടുള്ള ഒരു റാഗിംഗ് എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റില്ല. അതിനപ്പുറത്തേക്ക്, റാഗിങ്ങിനപ്പുറത്തേക്ക് ഒരു പീഡനം തന്നെയാണ് നടന്നത്, ശാരീരിക പീഡനം തന്നെയാണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു വിദ്യാർത്ഥിയെ കൈയും കാലും കെട്ടിയിട്ട് കോമ്പസ് ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുന്നു, അതുപോലെ തന്നെ ഡമ്പൽ ജനനേന്ദ്രിയത്തിൽ എടുത്തിടുന്നു. അങ്ങനെയുള്ള പ്രാകൃതമായിട്ടുള്ള ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തത് അതൊരു റാഗിംഗ് മാത്രമല്ല, അതിന് അപ്പുറത്തേക്ക് ഒരു ക്രിമിനൽ കുറ്റമായി തന്നെ കണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രതിഷേധങ്ങളൊക്കെ അത്രത്തോളം ശക്തമാകുന്നതും ആ ഒരൊറ്റ കാരണത്താലാണ്. ഇടത് സംഘടനകളെല്ലാം തന്നെ പ്രതിഷേധവുമായി വരുന്നു. കോൺഗ്രസ് ഇന്നലെ UDF സംഘം ഇവിടെ എത്തി ഒരു പ്രതിഷേധം നടത്തി. അവർ പോലീസ് സ്റ്റേഷനിലെത്തി ശക്തമായിട്ടുള്ള അന്വേഷണ നടപടികൾ, ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ മറ്റ് സംഘടന KGNU എന്ന് പറയുന്ന നേഴ്സസ് സംഘടന ഇവിടെ എത്തി പ്രതിഷേധം നടത്തി. അതോടൊപ്പം തന്നെ ഇന്നലെ KSU SFI മാർച്ച് നടന്നു. ഇന്ന് ASF BJP പ്രവർത്തകരുടെ മാർച്ച്. അങ്ങനെ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഹാഷ്മി.